വേർഡ് ഡോക്യുമെൻറ്റുകൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റ് സെലക്ഷൻ ഒരു പ്രധാന ഘടകമാണ്. സെലക്ഷൻ എന്നത് മൊത്തത്തിൽ കമ്പ്യൂട്ടർ ഉപയോഗത്തിലെ ഒരു പ്രധാന സംഗതിയാണ് സെലക്ഷൻ. വേർഡിൻ്റെ കാര്യത്തിൽ ഡോക്യുമെൻറ്റേഷനാണ് അതിൻ്റെ പ്രധാന ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റുകളുടെ ഭാഗങ്ങൾ സെലക്ട് ചെയ്തു വരേണ്ടത് നമ്മുടെ ആവശ്യമായിട്ട് വരാം. വേർഡിൽ മൗസ് ഉപയോഗിച്ചും കീബോർഡ് ഉപയോഗിച്ചും വിവിധ തരത്തിലുള്ള സെലക്ഷൻ ടെക്നിക്കുകൾ എങ്ങനെയാണ് വർത്തിക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ മറ്റൊരു ഡോക്യുമെൻ്റ് തുറക്കുകയാണ്. ഇവിടെ നമ്മൾ നേരത്തെ റാൻഡ് ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് എന്താ പറയുക പാരഗ്രാഫുടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതിനായിട്ട് സെലക്ഷൻ നിർവഹിക്കാനായിട്ട് പോകുന്നതിനായിട്ട് തീർച്ചയായിട്ടും സാധാരണ രീതിയിൽ എല്ലാവരും ചെയ്യാം, സെലക്ട് ചെയ്യാനായിട്ട് ഡ്രാഗ് ചെയ്യുകയാണ് ചെയ്യുക. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് മിക്കവാറും ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇപ്പോൾ ഒരു ഫുൾ ലൈന് നമ്മൾ ഡ്രാഗ് ചെയ്തു സെലക്ട് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ ഒരു വേർഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വേർഡിനെ അറ്റത്ത് മുതൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുകയാണ് ചെയ്യാറ് കേട്ടോ. ഒരു വേർഡ് സെലക്ട് ചെയ്യാനായിട്ട് മൗസ് കൊണ്ടാണെങ്കിൽ ആ വേർഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഒരു ലൈന് സെലക്ട് ചെയ്യാനായിട്ട്, ഒരു വേർഡ് സെലക്ട് ചെയ്യാനായിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഒരു ലൈൻ സെലക്ട് ചെയ്യാനായിട്ട് ആ ലൈനിൻ്റെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് മാർജിനിൽ ഒരു തവണ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ, ഒരൊറ്റ ക്ലിക്ക്. ഇനി ഒരു പാരഗ്രാഫ് മൊത്തം സെലക്ട് ചെയ്യാനായിട്ട് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഒരു പാരഗ്രാഫ് മൊത്തം സെലക്ട് ചെയ്യാനായിട്ട് മൗസ് കൊണ്ട് ഈ മാർജിനിൽ 2 തവണ ക്ലിക്ക് ചെയ്യുക, ഡബിൾ ക്ലിക്ക്. ഞാൻ 2 തവണ ക്ലിക്ക് ചെയ്യുന്നു, ക്ലിക്ക് 2 തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ആ പാരഗ്രാഫ് സെലക്റ്റായി. ഇനി ഈ പാരഗ്രാഫ് സെലക്ട് ചെയ്യാൻ എൻ്റെ മറ്റൊരു രീതി കൂടിയുണ്ട്. ഇതിനായിട്ട് പാരഗ്രാഫിനകത്ത് 3 തവണ ക്ലിക്ക് ചെയ്യുക, 1 2 3. ഇപ്പോൾ ആ പാരഗ്രാഫ് മുഴുവനായിട്ട് സെലക്ഷൻ വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി മൊത്തം ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്യാനോ തീർച്ചയായിട്ടും കീബോർഡിൽ ഉപയോഗിക്കുന്ന കീബോർഡ് കമാൻഡാണ് Ctrl+A. അതല്ലെങ്കിൽ മൗസ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ മാർജിനിൽ 3 തവണ ക്ലിക്ക് ചെയ്യുക, 1 2 3. മൊത്തം ഡോക്യുമെൻ്റ് എന്താ പറയുക സെലക്ഷനിൽ വന്നിരിക്കുന്നതായിട്ട് കാണാം. ഇനി നമുക്കൊരു സെൻറ്റൻസ് ആണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിലോ, ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് ഒരു വലിയക്ഷരം കൊണ്ട് തുടങ്ങുകയും ഒരു ഫുൾ സ്റ്റോപ്പ് കൊണ്ട് അവസാനിക്കുകയും ചെയ്യുന്നതിനെയാണ് ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മുതൽ ഇവിടം വരെ ഒരു സെൻറ്റൻസ് ആണ്. ഈ സെൻറ്റൻസ് സെലക്ട് ചെയ്യുന്നതിന് കീബോർഡിൽ കൺട്രോൾ കീ അമർത്തി പിടിക്കുക, അതിനുശേഷം എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒരു ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സെൻറ്റൻസ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഒരു ഇടം മുതൽ മറ്റൊരിടം വരെയുള്ള, ഇപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ, ഇപ്പോൾ ഇവിടം വരെ ഈ ഭാഗം വരെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ, അപ്പോൾ ആദ്യം ഇവിടെ ലൊക്കേറ്റ് ചെയ്യുക, കീബോർഡിൽ ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചുകൊണ്ട് എവിടെയാണ് അവസാനം അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ നേരെ ഓപ്പോസിറ്റും പറ്റും. അതായത് ഇവിടെ മുതൽ, അതായത് ഈ കമാൻഡ്സിൻ്റെ അവിടെ മുതൽ ഈ അറ്റം വരെയാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഒരെണ്ണം ഇവിടെ ലൊക്കേറ്റ് ചെയ്യുക, അതിനുശേഷം കീബോർഡിൽ ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. സോ ദാറ്റ് ആ റേഞ്ച് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇങ്ങനെ ഡയറക്റ്റായിട്ട് സെലക്ട് ചെയ്യാനാണ് പലരും പഠിച്ചിട്ടുള്ളത്, സെലക്ട് ചെയ്യുക. ഇനി ഈ സെലക്ഷൻ ഇവിടെ നിലനിൽക്കെ നമുക്ക് ഇതിനെ സെലക്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലോ ആദ്യത്തെ സെലക്ഷൻ പോകും. തീർച്ചയായിട്ടും നമുക്ക് സെലക്ഷനെ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. എന്നാൽ നമുക്ക് ഈ സെലക്ഷൻ വേണ്ട, ഈ പാരഗ്രാഫ് വേണ്ട, ഈ പാരഗ്രാഫുമാണ് വേണ്ടതെങ്കിലോ, അല്ലെങ്കിൽ ഈ പാരഗ്രാഫിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളാണ് വേണ്ടതെങ്കിലോ തീർച്ചയായിട്ടും ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് വേറൊരു ഭാഗം സെലക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ സെലക്ഷൻ പോകുന്നതായിട്ട് കാണാം. ഇത് ഒഴിവാക്കാനായിട്ട് ഒരു ഭാഗം സെലക്ട് ചെയ്യുക, അതിനുശേഷം കീബോർഡിൽ കൺട്രോൾ പിടിച്ചുകൊണ്ട് അടുത്ത ഭാഗം സെലക്ട് ചെയ്യുക. കണ്ടോ, ഇങ്ങനെ നമുക്ക് ഒന്നിൽ കൂടുതൽ ഭാഗങ്ങളെ സെലക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതിനെ നോൺ അഡ്ജസൻറ്റ് സെലക്ഷൻ എന്നാണ് പറയുന്നത്.